നേതൃത്വം കൈയാളുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ഒരു പ്രത്യേക ചലഞ്ചിങ് കൊണ്ടാണല്ലേ തീർച്ചയായിട്ടും? ചലഞ്ചിങ് അല്ല, ഇത് ആക്ച്വലി നല്ല രസമുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ അതിന്റെ കൂടെ ഭാഗമായിട്ട് അത് വർക്ക് എൻജോയ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ വളരെ സന്തോഷം. കാരണം നമുക്ക് ഒരു ഭാഗ്യമാണ് നമ്മൾ സംസ്ഥാന കലോത്സവം നമ്മുടെ ജില്ലയിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു കാര്യം. നമ്മൾ ഒരു ബേർഡൻ ആയിട്ടുള്ള നമ്മൾ എല്ലാവരെയും സ്വീകരിക്കാനും ഇത് നല്ല ഭംഗിയായിട്ട് നടത്താന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആവശ്യം. തൃശ്ശൂരിന് പൊതുവെ ഒരു കല അവരുടെ രക്തത്തിലുള്ളതാണ്. കളക്ടർക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കാണില്ലേ, കലാകാരായിട്ടുള്ള ആൾക്കാർ കലയെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. എത്രത്തോളം അവരുടെ ഒരു പങ്കാളിത്തവും സജീവമായ ഒരു സാന്നിധ്യമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? കലയും പിന്നെ ആഘോഷങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും ഭാഗമായിട്ടുള്ളതാണ്. ഏത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അതിൽ ഭാഗമാവും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ തൃശ്ശൂരിന്റെ ഒരു തനിമ എല്ലാ സമയത്തും ഉൾപ്പെടുന്ന രീതിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ പുലിക്കളി ആണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ചെണ്ടമേള ആണെങ്കിൽ അതൊരു സമയത്ത്, കൊടകളാണെങ്കിലും അങ്ങനെ ഒരു സമയത്ത്. നമ്മൾ ആനയ്ക്ക് ഉൾപ്പെടുത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മള് പിന്നെ ഓവറാക്കാതിരുന്ന വിവാദങ്ങൾ ഒഴിവാക്കി പോകുന്നതാണല്ലോ നല്ലതല്ലേ, അതാണ് നമ്മള് ഒഴിവാക്കിയത്. അങ്ങനെ ഈ മൈതാനത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പൂരത്തിന്റെ ഒരു ഫീലാണ്. കാരണം ഈ ഒരു നല്ല ഒരു വേദിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒരു ഫീലിലാണ്. കുട്ടികളും ഇവിടെയുള്ള എല്ലാവരും ആ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഗംഭീരമായി പൂരം നടത്താൻ കഴിയട്ടെ. അതാണ് ഒരു എക്സ്ട്രാ പൂരമാണ് ശരിക്കും. സാധാരണ പൂരത്തിൽ നിന്ന് ഒരു അഡീഷണൽ പൂരം കൂടി ഇത്തവണ കിട്ടിയിരിക്കുകയാണ്. അതെ, അഡീഷണൽ പൂരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 5 ഇരട്ടി മധുരം 5 ദിവസം നമുക്ക് നല്ലൊരു രീതിക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം സജ്ജമാണ്. ഇപ്പോൾ പോലീസ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഇത് മെയിനായിട്ടുള്ള ഓർഗനൈസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു അപാകത ഇല്ലാത്ത രീതിക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള എല്ലാം സജ്ജമാണ്. എല്ലാം മറ്റ് ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളെ എല്ലാം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്നലെ നമ്മൾ സ്വീകരിച്ചായിരുന്നു. നല്ല ഗംഭീരമായിട്ടുള്ള സ്വീകരണമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്ത്. ബാക്കി നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമായാലും അക്കോമഡേഷന്റെ കാര്യം എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ട് അതപ്പം പരിഹരിച്ച് പോകാനാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മീഡിയയുടെ അമൃത ടെലിവിഷന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പ് തരികയാണ്. എന്തായാലും ഈ ഒരു പൂരം മനോഹരമായി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എന്തായാലും താങ്ക് യു. എന്തായാലും മീഡിയന്റെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട്. അതിനെന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും വലിയ ഒരു ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ എത്തുന്ന എല്ലാ കുട്ടികൾക്കും പാരന്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവിധ ആശംസകളും അറിയിക്കാനും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ നല്ലൊരു വേദിയാണ്. സംസ്ഥാന തലത്തിൽ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ നല്ലൊരു കുറച്ച് മെമ്മറീസ് ആയിട്ട് തൃശ്ശൂർ വിട്ടു പോകാന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്.